നിങ്ങൾ ഡബിൾ പൈൽ ചെയ്തിട്ട് ഫില്ലർ വർക്ക് ചെയ്തിട്ടുണ്ടോ സൈറ്റുകളിൽ? ചെയ്തിട്ടില്ലേ നമ്മൾ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കും ഇത് കണ്ടോ, നമ്മൾ ഡബിൾ പൈൽ ചെയ്തങ്ങനെയാണത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ടോ, അതൊരു പൈല് ഇതൊരു പൈൽ ഡബിൾ പൈൽ ചെയ്ത് വരുന്നതാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫില്ലർ മുകളിലേക്ക് പോകാനുള്ള ഫില്ലർ വരുന്നത്. കണ്ടോ, അതാണ് ആ മാർക്ക് ചെയ്തത്. ഞാൻ സൺഡേ നിന്നത് ഫുള്ള് മാർക്ക് ചെയ്താണ്. അപ്പോൾ നമ്മൾ 30-50 ഫില്ലറുകളാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്റർ ലൈനാണ്. സെൻറ്റർ ലൈൻ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് ഫില്ലർ നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഡബിൾ പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ 2 എണ്ണത്തിലേക്ക് കണക്ഷനായിട്ട് ഇങ്ങനെ എല്ലാം ഒടിച്ച് അതും 16 കമ്പി നീളത്തിലിട്ടിട്ട് ക്രോസ് നമുക്ക് 12 കമ്പി റിങ് പോലെ തന്നെ കണക്ട് ചെയ്തോളാം. ഇതിന് ചുറ്റിനും ഇതുപോലെ തന്നെ കണക്ഷൻ വരാനുള്ള. പക്ഷേ ഇത് നമുക്കിപ്പോൾ കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കണക്ഷൻ ചെയ്താൽ 35 ഫില്ലർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. കാരണം ഫില്ലറിൻ്റെ എല്ലുണ്ടല്ലോ, എല്ലാം ഓടിച്ചാണ് അത് 40-45 ഓടിച്ചാണ് അത് ഇങ്ങോട്ട് തള്ളി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാദ്യം ഫില്ലർ എടുത്ത് വയ്ക്കും. ഫില്ലർ എടുത്ത് വച്ച് കഴിഞ്ഞിട്ട് അതിലാ മൊത്തം പിടിപ്പിച്ചിട്ട് നമ്മൾ ഈ പൈൽ ചെയ്താണ് ഇതുണ്ടല്ലോ അതിലും ചുറ്റും റൗണ്ട് റിങ് ഇട്ട് കെട്ടും. എന്നിട്ടാണ് നമ്മൾ ചുറ്റും ഇത് വീണ്ടും റിങ് ടൈപ്പിൽ കെട്ടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡൽ തന്നെ ഇതിൻ്റെ നേരെ ടോപ്പിലും ഇതേ മോഡലിൽ തന്നെ വരും. അതിന് മുമ്പ് നമ്മൾ പ്ലന്ത് ബീം ആദ്യം ഫസ്റ്റ് ടൈം കെട്ടണം. പ്ലന്ത് ബീം ഫുള്ളും ലെങ്ത്ത് കാണും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പ്ലന്ത് ബീമിൻ്റെ ടോപ്പ് വന്നത് 80 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ 35 സെൻറ്റിമീറ്റർ ഓടെ അടിയിൽ ഫുൾ ചുറ്റും കോൺക്രീറ്റ് വരും. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ പ്ലന്ത് ബീമിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ പ്ലന്ത് ബീമിൻ്റെ അടി ലെവലാണ് ആ കാണുന്ന മണ്ണ് പൊങ്ങി കിടക്കണ ഇടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് 45 ഹൈറ്റാണ് നമുക്ക് പ്ലന്ത് ബീമിന് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള രീതികൾ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് രീതികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതേ മോഡലിൽ തന്നെ വീണ്ടും മുകളിൽ കണക്ഷൻ വരാറുണ്ട്. അത് ഇനി നമ്മൾ കേട്ടാൻ തുടങ്ങുന്നുള്ളൂ. കെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡബിൾ പൈൽ ചെയ്തിട്ട് ബിൽഡിങ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഡബിൾ പൈലിങ്ങിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി റിസ്ക് വർക്കാണ്. നോർമൽ ബിൽഡിംഗ് പണിയുമ്പോഴൊന്നും പണിയാൻ പറ്റില്ല. ഓക്കെ.